ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നാനോ മെറ്റീരിയൽസ്. അപ്പോൾ നാനോ മെറ്റീരിയൽസിനെ പറ്റിയാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ നാനോ മെറ്റീരിയൽസിൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്, പിന്നെ സിന്തസിസ് എങ്ങനെയാണ് നാനോ മെറ്റീരിയൽ സിന്തസൈസ് ചെയ്യാന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനായിട്ടുള്ളത് നാനോ മെറ്റീരിയലിൻ്റെ അണ്ടറിലായിട്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ നാനോ മെറ്റീരിയൽ അല്ലെങ്കിൽ നാനോ ടെക്നോളജി എന്താണെന്നുള്ളത് നോക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, നാനോ മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നാനോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത് ഓരോ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയലിൽ ഒരു അപ്രോച്ചാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നാനോ മെറ്റീരിയൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ ആൻഡ് വൺ അപ്രോച്ച് ഫോർ ദ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽ. അതിൽ ഒരു അപ്രോച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ നാനോ മെറ്റീരിയൽ, നാനോ ടെക്നോളജി എന്നുള്ള കാര്യങ്ങൾ ആദ്യം നോക്കാം. സോ ഈ ഒരു കൺസെപ്റ്റ്, അതായത് നാനോ ടെക്നോളജി, നാനോ മീൻസ് 10⁻⁹ ആ ഒരു മീറ്റർ റേഞ്ചിൽ വരുന്നതിനെയാണ് നമ്മൾ നാനോ കൊണ്ട് മീൻ ചെയ്യുക. അത്രയും സ്മോൾ ആയിട്ടുള്ള, അത്രയും കുറവുള്ള ഡയമെൻഷനിൽ വരുന്നതിനെയാണ് നാനോ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ആ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഫസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഒരു ഫിസിസ്റ്റാണ്, റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന് പറയും, ഇൻ 1959 ആൻഡ് ഹി ഹേൺ ദ നൊബൽ പ്രൈസ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ആരാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിച്ചാർഡ് ഫെയ്ൻമാൻ. 1959 ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആൻഡ് നാനോ ടെക്നോളജിയിൽ മെയിനായിട്ടും വരുന്നത് നാനോ സൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ പ്രൊഡക്ഷനും ഒക്കെയാണ് നാനോ ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്നത്. ഇനി നാനോ സ്കെയിൽ എന്ന് പറയുമ്പോൾ 1 to 100 നാനോമീറ്റർ വരെ വരുന്ന സൈസ് വരുന്ന പാർട്ടിക്കിളിൻ്റെ സിന്തസിസ്, ഡിസൈനിങ് ഒക്കെയാണ് ഈ നാനോ ടെക്നോളജിയുടെ അണ്ടറിൽ വരിക. അപ്പോൾ 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ ആണ് ആ ഒരു സൈസ് റേഞ്ച് വരുന്നത്. ആൻഡ് 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ആണ്. 1 നാനോമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻⁹ മീറ്റർ ആണ് കേട്ടോ. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ആണ്. അപ്പോൾ അത്രയും സ്മോൾ ആയിട്ടുള്ളൊരു ഡയമെൻഷനാണ് ഈ നാനോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നാനോ ടെക്നോളജി ഇൻവോൾവ്സ് ഡിസൈനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ഒബ്ജക്ട്സ് അറ്റ് നാനോ സ്കെയിൽ സൈസ്. അത് യൂഷ്വലി 1 നാനോമീറ്റർ മുതൽ 100 നാനോമീറ്റർ വരെയൊക്കെ വരും. ഇനി നാനോ മെറ്റീരിയലിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ. നാനോ മെറ്റീരിയൽ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇൻ എ ഫോം ഓഫ് ക്രിസ്റ്റൽസ് ആവാം, റോഡ്സ് ആവാം, അല്ലെങ്കിൽ അതൊരു സ്ഫിയർ ആവാം, എനി ടൈപ്പ് ഓഫ് ഷേപ്പിൽ വരാം. ബട്ട് അതിൻ്റെ സൈസ് എന്തായിരിക്കും? 1 നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് അതിൽ ഒരു ഡയമെൻഷനെങ്കിലും ഈ ഒരു റേഞ്ചിൽ വരണം. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു ഡയമെൻഷനെങ്കിലും എന്തായിരിക്കണം? നാനോമീറ്റർ സ്കെയിലിലായിരിക്കണം, അല്ലെങ്കിൽ നാനോ സ്കെയിലിൽ ആയിരിക്കണം. അപ്പോൾ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പാർട്ടിക്കിൾ ഇൻ ദ ഫോം ഓഫ് ക്രിസ്റ്റൽസ്, റോഡ്സ് ഓർ സ്ഫിയർ ഹാവിംഗ് എ സൈസ് ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 100 നാനോമീറ്റർ അറ്റ്ലീസ്റ്റ് ഇൻ 1 ഡയമെൻഷൻ. ഏതെങ്കിലും ഒരു ഡയമെൻഷനെങ്കിലും നാനോ സ്കെയിലിൽ ആയിരിക്കണം. ആൻഡ് നാനോ മെറ്റീരിയൽ നമ്മളുടെ നാനോ പാർട്ടിക്കിൾസ്, നാനോ ട്യൂബ്സ്, അതുപോലെ നാനോ റോഡ്സ് ഒക്കെ ഈ നാനോ മെറ്റീരിയൽ ആണ് കേട്ടോ. അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നാനോ മെറ്റീരിയൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി, നമുക്ക് പ്രോപ്പർട്ടീസ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, അത് ഇമ്പോർട്ടൻറ്റും ആണ്. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുകളിലായിട്ട് നോക്കാം. ഇപ്പം നാനോ മെറ്റീരിയലിൽ മെയിനായിട്ടും അവർക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവർക്ക് സർഫസ് ടു വോളിയം റേഷ്യോ എന്തായിരിക്കും? ഹൈ ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് ഈ പ്രോപ്പർട്ടി ഒരുപാട് ഓരോ ആപ്ലിക്കേഷന് ഇമ്പോർട്ടൻറ്റും ആണ്. ഓക്കെ, അതേപോലെ നമ്മൾ ബൾക്ക് മെറ്റീരിയലിനേക്കാളും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് എന്ത് കാണിക്കുക? നാനോ മെറ്റീരിയൽ കാണിക്കുക. ഓക്കെ, അതായത് ബൾക്ക് മെറ്റീരിയൽസിനേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് എന്ത് കാണിക്കുന്നത്? നാനോ മെറ്റീരിയൽ കാണിക്കുക. അതിൻ്റെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഒപ്റ്റിക്കൽ, ഇലക്ട്രോണിക്സ്, അതേപോലെ കാറ്റലിറ്റിക്, മാഗ്നറ്റിക്, ഈ പ്രോപ്പർട്ടി എല്ലാം എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് കമ്പയറിങ് ടു ബൾക്ക് മെറ്റീരിയൽ. ആൻഡ് ഇതിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിൽവർ ഫോയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ബൾക്ക് മെറ്റീരിയൽ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല.
പക്ഷേ സിൽവർ നാനോ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ റിയാക്ട് വിത്ത് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പം ആ ബൾക്ക് മെറ്റീരിയൽ ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ഒരു എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ നാനോ മെറ്റീരിയൽ ആവുന്ന സമയത്ത് ചേഞ്ചസ് വരും. So silver foil does not react with dilute hydrochloric acid, but silver nanoparticles എന്ത് ചെയ്യാൻ പറ്റും? It can react with dilute HCl. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് സിൽവർ എന്നൊക്കെ പറയുന്നത് എന്താണ്? കെമിക്കലി ഇനേർട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എലമെന്റ്സ് ആണ് ഈ ഗോൾഡ് ആൻഡ് സിൽവർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവരുടെ നാനോ പാർട്ടിക്കിൾസ് എന്ത് കാണിക്കാറുണ്ട്? കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ ബോത്ത് ആർ കെമിക്കലി ഇനേർട്ട്, ബട്ട് ദെയർ നാനോ പാർട്ടിക്കിൾസ് ഷോ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. അനദർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ദേ ആർ ഡീപ്പ് റെഡ് ആണ്, ബട്ട് അത് ബൾക്ക് മെറ്റീരിയൽ ആയിട്ടിരിക്കുമ്പോൾ അതെന്തായിരിക്കും? ഗോൾഡ് കളറിൽ തന്നെ ആയിരിക്കും. ഗോൾഡ് കളറിൽ തന്നെ ആയിരിക്കുക, പക്ഷെ നാനോ മെറ്റീരിയൽ ആകുമ്പോൾ അതെന്താവും? ഡീപ്പ് റെഡ് കളറായിട്ട് ഇരിക്കും. സോ ബൾക്ക് മെറ്റീരിയലും ഇപ്പോൾ ഗോൾഡിൻ്റെ തന്നെ ബൾക്കും നാനോ എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ അതാണ് നാനോ മെറ്റീരിയലിൽ വരിക. ഇനി നമുക്ക് നാനോ മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ നാനോ മെറ്റീരിയൽ ഓർക്കുക, 1 നാനോമീറ്ററിനും 100 നാനോമീറ്ററിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് സൈസ് വരുന്ന ആൾക്കാരെ നമുക്ക് നാനോ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ഡയമെൻഷനെങ്കിലും ഈ ഒരു റേഞ്ചിൽ ഉണ്ടായിരിക്കണം. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ ആണ്. നമ്മൾ മെയിനായിട്ടും 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന്, അതിൻ്റെ നമ്പർ ഓഫ് ഡയമെൻഷൻസ് അനുസരിച്ച്, അതായത് എത്ര ഡയമെൻഷൻസ് ആണ് നാനോ സ്കെയിലിൽ വരുന്നതെന്നനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഡയമെൻഷൻസ്. ഇത്ര ഡയമെൻഷൻസ് ആണ് നാനോ സ്കെയിലിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ അക്കോർഡിംഗ് ടു സിഗൽ, നാനോ സ്ട്രക്ചേർഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസിനെ നമുക്ക് മെയിനായിട്ടും 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഡയമെൻഷൻസ്. ഏതൊക്കെയാണ്? 0 dimension nanomaterial 0D, 1 dimension 1D, 2 dimension 2D and 3 dimension 3D nanomaterials. So based on the number of dimensions, according to Siegel, nanomaterial can be classified as 0 dimension, 1 dimension, 2 dimensional and 3 dimensional nanomaterial. 0D, 1D, 2D and 3D. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കിയാലോ, എങ്ങനെയാണ് ഇത് ഓരോന്നും എന്താണെന്നുള്ളത്. അതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 0 ഡയമെൻഷൻ, അതിൻ്റെ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എല്ലാ ഡയമെൻഷൻസും എന്തായിരിക്കും? നാനോ സ്കെയിലിൽ ആയിരിക്കും. ഓക്കെ, എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിൽ ആയതിനെയാണ് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഹിയർ ഓൾ ദ ഡയമെൻഷൻസ് XY Z ആക്സിസിൽ വരുന്ന എല്ലാ ഡയമെൻഷൻസും എന്താണ്? നാനോ സ്കെയിലാണ്. നോ ഡയമെൻഷൻസ് ആർ ഗ്രേറ്റർ ദാൻ 100 നാനോമീറ്റർ. അങ്ങനെയുള്ളവരെയാണ് 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൽ വരുന്നതാണ് നമ്മൾ നാനോ പാർട്ടിക്കിൾസ്, അതുപോലെ ക്വാണ്ടം ഡോട്ട്സ് അല്ലെങ്കിൽ നാനോ ക്ലസ്റ്റേഴ്സ്, സെൽഫ് അസംബിൾഡ് ആയിട്ടുള്ള നാനോ ഐലൻഡ്സ്, കെമിക്കലി സിന്തസിസ്ഡ് ആയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസും ഒക്കെ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആണ്. സോ ഇവിടെ ഉള്ള എല്ലാ ഡയമെൻഷൻസും എന്ത് തന്നെയാണ്? നാനോ സ്കെയിലാണ് വരുന്നത്. അങ്ങനെയുള്ളതിനെയാണ് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറയാം. സോ വെൻ ഓൾ ഡയമെൻഷൻസ് ആർ അറ്റ് നാനോ സ്കെയിൽ, it is known as 0 dimensional nano material. Examples: nanoparticles, quantum dots or nanoclusters, self assembled nano islands and chemically synthesized nanoparticles. ഇനി ഈ നാനോ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ അവർ അമോർഫസ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ ആയിരിക്കും. അതിൽ ക്രിസ്റ്റലൈനിൽ തന്നെ സിംഗിൾ ക്രിസ്റ്റലൈനോ പോളി ക്രിസ്റ്റലൈനോ ആയിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് സിംഗിൾ ഓർ മൾട്ടി കെമിക്കൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. പല ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് ഫോംസിൽ അവർ കാണാറുണ്ട്, അല്ലെങ്കിൽ അവർ മെറ്റാലിക് ആയിട്ടോ സെറാമിക് ആയിട്ടോ പോളിമറിക് ആയിട്ടോ ഒക്കെ കാണാറുണ്ട്. ഇൻഡിവിജ്വലി ആയിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് കാണാറും ഉണ്ട്. സോ അതാണ് 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ. ഇമ്പോർട്ടൻസ് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതാണ്. ഓൾ ഡയമെൻഷൻസ് ആർ അറ്റ് നാനോ സ്കെയിൽ എന്നുള്ളതാണ് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ. ആൻഡ് എക്സാമ്പിൾ: നാനോ പാർട്ടിക്കിൾസ്, ക്വാണ്ടം ഡോട്ട്സ് ഓർ നാനോ ക്ലസ്റ്റർ, സെൽഫ് അസംബിൾഡ് നാനോ ഐലൻഡ്സ് ആൻഡ് കെമിക്കലി സിന്തസൈസ്ഡ് നാനോ പാർട്ടിക്കിൾസ്. ഇനി അടുത്തയാണ് 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ 1D. അവിടെ 2 ഡയമെൻഷൻസ് മാത്രമായിരിക്കും എന്ത് നാനോ സ്കെയിൽ വരിക. ഒരെണ്ണം എന്തായിരിക്കും? ഔട്ട്സൈഡ് നാനോ സ്കെയിൽ ആയിരിക്കും. അത് ഒരെണ്ണം മാത്രം എന്തായിരിക്കും? ഔട്ട്സൈഡ് നാനോ സ്കെയിൽ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരെണ്ണം എന്തായിരിക്കും? നാനോ സ്കെയിൽ ആയിരിക്കില്ല, ബാക്കി 2 എണ്ണവും നാനോ സ്കെയിലിൽ ആയിരിക്കും. അതിനെയാണ് 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത്.
ആൻഡ് ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും, ഒരു ഡയമെൻഷൻ മാത്രം നാനോ സ്കെയിലിൽ വരാതിരിക്കുമ്പം ഇറ്റ് അപ്പിയർ ആസ് എ നീഡിൽ ഷേപ്ഡ് നാനോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും കാണുക. നീഡിൽ ഷേപ്ഡ് ആയിരിക്കും. ഇവിടെ 2 ഡയമെൻഷൻ മാത്രമാണ് നാനോ സ്കെയിൽ. അതർ എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്സൈഡ് ദ നാനോ സ്കെയിൽ ആണ്. ആൻഡ് ഇതിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം ഔട്ട്സൈഡ് ദ നാനോ സ്കെയിൽ ആയതുകൊണ്ട് തന്നെ നീഡിൽ ഷേപ്ഡ് നാനോ മെറ്റീരിയൽ ആയിരിക്കും ഇത്. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. നാനോ ഫൈബേഴ്സ്, നാനോ ട്യൂബ്സ്, നാനോ റോഡ്സ്, നാനോ വയേഴ്സ് ഒക്കെ എന്താണ്, 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? സോ ഹിയർ 2 dimensions are at nano scale and the other is outside the nano scale. It leads to the needle shaped nano material ആണ്. And it include ഏതൊക്കെയാണ്, നാനോ ഫൈബർ, നാനോ ട്യൂബ്സ്, നാനോ റോഡ്സ്, നാനോ വയേഴ്സ് ഒക്കെ 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആണ്. 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയലും അമോർഫസോ ക്രിസ്റ്റലൈനോ ആവാം, സിംഗിൾ ക്രിസ്റ്റലൈനോ പോളിക്രിസ്റ്റലൈനോ ആവാം, കെമിക്കലി പ്യോറോ ഇംപ്യോറോ ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ മെറ്റീരിയൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീഡിയം ആയിട്ട് എംബഡ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ബി ലൈക്ക് മെറ്റാലിക്, സെറാമിക് ഓർ പോളിമെറിക്കോ ആയിട്ട് എംബഡഡ് ആയിട്ടുള്ള ഇതുമായിരിക്കും. ഓക്കെ, സോ അതാണ് 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ. എക്സാമ്പിൾസ് ആണ് കേട്ടോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ടിപ്പിക്കൽ എക്സാമ്പിൾ കാർബൺ നാനോ ട്യൂബ്സ്, സിലിക്കൺ നാനോ വയേഴ്സ് ഒക്കെ 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ. അപ്പോൾ എന്തായിരിക്കും, ഒരെണ്ണം മാത്രം നാനോ സ്കെയിലും ബാക്കി 2 എണ്ണം ഔട്ട്സൈഡ് നാനോ സ്കെയിലായിരിക്കും. സോ ഹിയർ 1 ഡയമെൻഷൻ ഈസ് അറ്റ് നാനോ സ്കെയിൽ ആൻഡ് ദ അതർ 2 ആർ ഔട്ട്സൈഡ് ദ നാനോ സ്കെയിൽ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് വിളിക്കുക. ആൻഡ് ഇതിന് അതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് ലൈക്ക് ഷേപ്പ് ആയിരിക്കും 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയലിന് വരുന്നത്. സോ 2D നാനോ മെറ്റീരിയൽ എക്സിബിറ്റ് എ പ്ലേറ്റ് ലൈക്ക് ഷേപ്പ്. ഇതിന് എക്സാമ്പിൾ പഠിച്ചോളൂ. നാനോ ഫിലിംസ്, നാനോ ലെയേഴ്സ്, നാനോ കോട്ടിംഗ് വിത്ത് നാനോമീറ്റർ തിക്നെസ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരിക. നാനോ ഫിലിംസും നാനോ ലെയേഴ്സും ഒക്കെയാണ് 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയലിൽ വരുന്നത്. ഇതും അമോർഫസോ ക്രിസ്റ്റലൈനോ ആയിരിക്കും. ഡിഫറെൻറ്റ് കെമിക്കൽ കോമ്പോസിഷനിലും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. സിംഗിൾ ലെയറോ മൾട്ടി ലെയറോ ആയിട്ട് കാണാറുണ്ട്. അതായത് സബ്സ്ട്രേറ്റിൻ്റെ മുകളിലായിട്ട് സിംഗിൾ ലെയറോ അല്ലെങ്കിൽ മൾട്ടി ലെയർ ആയിട്ടോ ഈ നാനോ മീറ്റർ തിക്നെസ്സിൽ വരാറുണ്ട്. ഓക്കെ, അത് മെറ്റാലിക്കോ സെറാമിക്കോ പോളിമറിൻ്റെ മെട്രിക്സിലായിരിക്കും അത് വരുന്നത്. ഓക്കെ, സോ അതാണ് 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ. 1 ഡയമെൻഷൻ ഇസ് അറ്റ് നാനോ സ്കെയിൽ, അതേഴ്സ് 2 ആർ ഔട്ട്സൈഡ് ദ നാനോ സ്കെയിൽ. 2D നാനോ മെറ്റീരിയലിന് എങ്ങനെയാണ് കാണിക്കുക, ദ എക്സിബിറ്റ് പ്ലേറ്റ് ലൈക്ക് ഷേപ്പ് ആയിരിക്കും. എക്സാമ്പിൾ നാനോ ഫിലിം, നാനോ ലെയേഴ്സ് ആൻഡ് നാനോ കോട്ടിങ്സ് വിത്ത് നാനോമീറ്റർ തിക്നെസ്. ഓക്കെ, ആൻഡ് ഈ എക്സാമ്പിൾ സെമി കണ്ടക്ടർ, ക്വാണ്ടം വെൽസ് ഒക്കെ 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഇസ് ദ 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ. ഇവിടെ എന്തായിരിക്കും, ഒന്നും നാനോ സ്കെയിലായിരിക്കില്ല. പിന്നെ എങ്ങനെ ഇത് നമ്മൾ നാനോ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദീസ് ആർ നാനോ മെറ്റീരിയൽ ദാറ്റ് ആർ നോട്ട് കൺഫൈൻഡ് ടു നാനോ സ്കെയിൽ ഇൻ എനി ഡയമെൻഷൻ. ദീസ് പാർട്ടിക്കിൾസ് എല്ലാത്തിനകത്തും എന്ത് കാണും, എബോവ് 100 നാനോമീറ്ററിനേക്കാളും കൂടുതലായിട്ടായിരിക്കും വരും. പക്ഷേ ഇവിടെ നാനോ സൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ആയിരിക്കും എന്ത് ചെയ്യുക, ഒന്നിച്ച് ചേർന്ന് എന്ത് ചെയ്യും, ഒരു നാനോ മെറ്റീരിയൽ ആയിട്ട് 3D നാനോ മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ നാനോ മെറ്റീരിയലിൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യുക. സോ ദ ബൾക്ക് നാനോ മെറ്റീരിയൽ ആർ കമ്പോസ്ഡ് ഓഫ് എ മൾട്ടിപ്പിൾ അറേഞ്ച്മെന്റ് ഓഫ് നാനോ സൈസ് ക്രിസ്റ്റൽസ് ഇൻ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇതിനകത്ത് നാനോ മെറ്റീരിയൽ ഒന്നെങ്കിൽ ഇപ്പം നാനോ വയേഴ്സ് തന്നെ ഇങ്ങനെ ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്യുന്നത് ഒരു 3 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ ആണ്. നാനോ ട്യൂബ്സ് ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്ത് വരുന്നത് വരാം, അല്ലെങ്കിൽ മൾട്ടി നാനോ ലെയേഴ്സ് പോളിക്രിസ്റ്റൽസ് വരാം. 1Dയുടെയോ 2Dയുടെയോ ഒക്കെ സ്ട്രക്ചറൽ എലമെന്റ്സ് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു അഗ്രിഗേറ്റ് ആയിരിക്കും ഈ 3 ഡയമെൻഷണൽ നാനോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇൻക്ലൂഡ് ഡിസ്പേർഷൻ ഓഫ് നാനോ മെറ്റീരിയൽ, നാനോ പാർട്ടിക്കിൾ, bundles of nanowires and nanotubes as well as multi-nano layers in which 0D, 1D, 2D structural elements are in close contact with each other and form interfaces. അപ്പോൾ ഇവർ ജോയിൻ ചെയ്തിട്ട് എന്താവാണ്, ഒരു ബൾക്ക് നാനോ മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ് വിത്തൗട്ട് നാനോ സ്കെയിൽ ഡയമെൻഷൻ. പക്ഷെ ഇതിനകത്തുള്ളതെല്ലാം എന്താണ്, നാനോ പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 3 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ എന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് based on the number of dimensions 0D, 1D, 2D and 3D. 0Dയിൽ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലായിരിക്കും. 1Dയിൽ ഒരെണ്ണം ഔട്ട്സൈഡ് നാനോ സ്കെയിലായിരിക്കും, ബാക്കി 2 എണ്ണം നാനോ സ്കെയിലിൽ തന്നെ ആയിരിക്കും. 2Dയിൽ 2 എണ്ണം ഔട്ട്സൈഡ് നാനോ സ്കെയിലായിരിക്കും, ഒരെണ്ണം നാനോ സ്കെയിലായിരിക്കും.
3Dയിൽ എന്താണ്, ഒന്നും നാനോ സ്കെയില് ആയിരിക്കില്ല. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ അതിനകത്തുള്ള സബ്സ്റ്റൻസ് അനുസരിച്ച് നമുക്ക് നാനോ മെറ്റീരിയലിനെ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കാർബൺ ബേസ്ഡ് മെറ്റീരിയൽ ഉണ്ട്, മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഇനോർഗാനിക് മെറ്റീരിയൽ വരുന്നുണ്ട്, പിന്നെ ഡെട്രിമേഴ്സ് ഉണ്ട്, അതായത് ഓർഗാനിക് മെറ്റീരിയൽ ആണ് അത്, പിന്നെ കോമ്പോസിറ്റ്സ് ഉണ്ട്. ഇതാണ് 4 ടൈപ്പ് ഓഫ് നാനോ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ദ കമ്പോണൻറ്റ്. അതിനകത്ത് വരുന്ന കമ്പോണൻറ്റ് അനുസരിച്ച് നമുക്ക് ഈ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? കാർബൺ ബേസ്ഡ് മെറ്റീരിയൽ, മെറ്റൽ ബേസ്ഡ് മെറ്റീരിയൽ, ഡെട്രിമേഴ്സ് ആൻഡ് കോമ്പോസിറ്റ്സ്. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. കാർബൺ ബേസ്ഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് കാണും? കമ്പോസ്റ്റ് ഓഫ് കാർബൺ ആണ്, ടേക്കിംഗ് ഇൻ ദ ഫോം ഓഫ് ഹോളോസ്ഫിയർ, എലിപ്സോയിഡ്, ട്യൂബ്സ്, അങ്ങനത്തെ കാർബൺ അടങ്ങിയിട്ടുള്ള നാനോ മെറ്റീരിയൽ ആയിരിക്കും കാർബൺ ബേസ്ഡ് മെറ്റീരിയൽ. സ്ഫെറിക്കൽ അല്ലെങ്കിൽ എലിപ്സോയിഡൽ ഫോമിനെയാണ് നമ്മൾ ഫുള്ളറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ ഫോമിനെ നാനോ ട്യൂബ്സ് എന്ന് നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് എന്ന് വിളിക്കും. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇതിൽ നിന്ന് തന്നെ കിട്ടി. ഫുള്ളറൻസ് ആൻഡ് കാർബൺ നാനോ ട്യൂബ്സ് ആണ് കാർബൺ ബേസ്ഡ് മെറ്റീരിയലിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഫുള്ളറൻസ്, അതേപോലെ കാർബൺ നാനോ ട്യൂബ്സ്. അപ്പോൾ അതിനകത്ത് എന്തുണ്ട്? കാർബൺ ആണ് അതിനകത്ത് വരുന്നത്. ഇനി മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനകത്ത് എന്താണ്? മെറ്റൽസ് ആയിരിക്കും നാനോ സ്കെയിലിൽ വരുന്നത്. ദീസ് ഇൻക്ലൂഡ് കോണ്ടന്റ് ഡോട്ട്സ്, നാനോ ഗോൾഡ്, നാനോ സിൽവർ, മെറ്റൽ ഓക്സൈഡ് ലൈക്ക് TiO2, ഇതൊക്കെയാണ് അവിടെ മെയിനായിട്ടും വരുന്നത്. അപ്പം ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും ഇവിടെ വരിക. ഓക്കെ, ലൈക്ക് നാനോ ഗോൾഡ്, നാനോ സിൽവർ ഒക്കെയാണ് മെറ്റൽ ബേസ്ഡ് മെറ്റീരിയലിൽ വരുന്നത്. ഇനി കോണ്ടന്റ് ഡോട്ട് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടേഴ്സ് ക്രിസ്റ്റലിന്റെ ക്ലോസ്ലി പാക്ക് ചെയ്തുണ്ടാവുന്ന സ്ട്രക്ചറാണ്. ഇറ്റ് കമ്പോസ്റ്റ് ഓഫ് 100 or thousands ഓഫ് ആറ്റംസ് ആണ് അതിനകത്ത് വരിക. എന്നിട്ട് അത് എന്താണ്? നാനോമീറ്റർ ടു ഫ്യൂ 100 നാനോമീറ്ററിലായിരിക്കും ഓരോ ആറ്റത്തിന്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡെട്രിമേഴ്സ്. ഡെട്രിമേഴ്സ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഇതിനെ നമ്മൾ ഓർഗാനിക് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. ഓർഗാനിക് നാനോ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ആൻഡ് ഇതിന് നെയിം കിട്ടാൻ കാരണം ഇതിങ്ങനെ ഭയങ്കര ഹൈലി ബ്രാഞ്ച്ഡ് ആയതുകൊണ്ട് ട്രീ പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ഡെൻഡ്രോൺ എന്നുള്ളത് ട്രീയുടെ ഗ്രീക്ക് വേർഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡെട്രിമേഴ്സ് എന്ന് പറയുന്നത്. സോ ദീസ് നാനോ മെറ്റീരിയൽ ആർ നാനോ സൈസ്ഡ് പോളിമേഴ്സ് ആണ് ബിൽഡ് ഫ്രം ബ്രാഞ്ച്ഡ് യൂണിറ്റ്. ഇനി ഇതിൻ്റെ സർഫസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ന്യൂമറസ് ചെയിൻ എൻഡിങ്സ് അതിൻ്റെ സർഫസിലായിട്ട് കാണും. അപ്പോൾ അതിൽ ആ എൻഡിങ്സ് കാരണം അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റും. ഇനി ഡെട്രിമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ മോളിക്കുലർ റെക്കഗ്നിഷൻ, നാനോ സെൻസിങ്, അതുപോലെ ഡ്രഗ് ഡെലിവറിക്കോ ലൈറ്റ് ഹാർവസ്റ്റിംഗ്, ഒപ്റ്റോ ഇലക്ട്രോ കെമിക്കൽ ഡിവൈസസിനൊക്കെ വേണ്ടി നമ്മൾ ഈ ഡെട്രിമേഴ്സ് അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. സോ ദേ വിൽ ബി യൂസ്ഫുൾ ഫോർ ഡ്രഗ് ഡെലിവറി. അതാണ് ഡെട്രിമേഴ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോമ്പോസിറ്റ്സ്. കോമ്പോസിറ്റ്സ് ആണ് ഏറ്റവും ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നാനോ പാർട്ടിക്കിൾസിന് എന്താണ് കുറേ കോമ്പിനേഷൻസ് അതിനകത്ത് വരും വിത്ത് അതർ നാനോ പാർട്ടിക്കിൾ ഓർ വിത്ത് ലാർജ് ബൾക്ക് ടൈപ്പ് മെറ്റീരിയൽ. അങ്ങനെ കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നതാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നാനോ പാർട്ടിക്കിൾസ് ലൈക്ക് നാനോ സൈസ്ഡ് ക്ലേസ് ആർ ആഡഡ് ടു പ്രോഡക്ട്സ് ലൈക്ക് അപ്പം ഓട്ടോ പാർട്സ് അല്ലെങ്കിൽ പാക്കിംഗ് മെറ്റീരിയലിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും. മെക്കാനിക്കൽ തെൽമ അല്ലെങ്കിൽ ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്രോപ്പർട്ടിയൊക്കെ എൻഹാൻസ് ചെയ്യാം. അതിനാണ് നമ്മൾ കോമ്പോസിറ്റ് എന്ന് പറയും. അപ്പം കമ്പൈൻ ചെയ്യാണ് ഒരു നാനോ പാർട്ടിക്കിളിന് വേറൊരു നാനോ പാർട്ടിക്കിൾ വിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബൾക്ക് ടൈപ്പ് മെറ്റീരിയൽ വെച്ച് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ബേസ്ഡ് ഓൺ ദ കോമ്പോസിഷൻ ഈ 4 എണ്ണമാണ് വരുന്നത്. കാർബൺ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, മെറ്റൽ ബേസ്ഡ് ഉണ്ട്, ഡെട്രിമേഴ്സ് ഉണ്ട്, പിന്നെ കോമ്പോസിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയലിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് നാനോ പാർട്ടിക്കിൾ. നാനോ പാർട്ടിക്കിളിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പം മെയിനായിട്ടും 2 അപ്രോച്ചാണ് നാനോ പാർട്ടിക്കിൾസിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നത്. അതായത് നാനോ മെറ്റീരിയലിൻ്റെ സിന്തസിസിലോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചേഴ്സിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിലോ നമ്മൾ മെയിനായിട്ടും 2 അപ്രോച്ചാണ് എടുക്കുക. ഒന്നെന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ മെത്തേഡും അടുത്തതെന്ന് പറയുന്നത് ബോട്ടം അപ്പ് മെത്തേഡും ആണ്. അപ്പോൾ ടോപ്പ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് സൈസിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് നാനോ സൈസിലേക്ക് എത്തിക്കുന്നതാണ് ടോപ്പ് ഡൗൺ. അതായത് ലാർജ് സൈസിൽ നിന്ന് നമ്മൾ നാനോ സൈസിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ സ്മോൾ സൈസിനെ നമ്മൾ നാനോ സൈസിലേക്ക് എത്തിക്കുകയാണ്. മോളിക്കുലാർ ലെവലിൽ നിന്ന് നമ്മൾ അതിനെ എന്ത് ചെയ്യും? നാനോ സൈസ്ഡ് സൈസിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ബോട്ടം അപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം 2 ജനറൽ അപ്രോച്ചാണ് നാനോ മെറ്റീരിയലിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സിന്തസിസിൽ വരുന്നത്. ടോപ്പ് ഡൗൺ മെത്തേഡും ബോട്ടം അപ്പ് മെത്തേഡും. ടോപ്പ് ഡൗൺ മെത്തേഡ് ആൻഡ് ബോട്ടം അപ്പ് മെത്തേഡ്.
അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടോ ബൾക്ക് മെറ്റീരിയലിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞാക്കി എന്തിനെത്തുന്നു, നാനോ പാർട്ടിക്കിൾ സൈസിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇനി ബോട്ടം അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, മോളിക്കുലാർ അല്ലെങ്കിൽ അറ്റോമിക് ലെവലിനെ അല്ലെങ്കിൽ ന്യൂക്ലിയർ ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, നാനോ പാർട്ടിക്കിൾ സൈസിലേക്ക് എത്തിക്കുകയാണ്. അത്രയും ചെറുതിനെ നമ്മൾ നാനോ പാർട്ടിക്കിൾ സൈസിലേക്ക് എത്തിക്കുന്നതാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഇതിനുള്ളിൽ വരുന്നുണ്ട്. ടോപ്പ് ഡൗണിനകത്തും ബോട്ടം അപ്പിനകത്തും. ടോപ്പ് ഡൗണിൽ മെയിനായിട്ട് മെക്കാനിക്കൽ മില്ലിംഗ് വരും, ഇച്ചിങ്, ലേസർ അബ്ലഷൻ, സ്പട്ടറിങ്, അതേപോലെ ഇലക്ട്രോ എക്സ്പ്ലോഷൻ, അതായത് ആർച്ച് വെച്ച് യൂസ് ചെയ്തത്. അങ്ങനെ കുറച്ച് മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ ബോട്ടം അപ്പ് അപ്രോച്ചിൽ കൂടുതലും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് സിന്തസിസ്, സ്പിന്നിങ്, സോൾ ജെൽ പ്രോസസ്, ലേസർ പൈറോളിസിസ്, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, മോളിക്കുലാർ കണ്ടൻസേഷൻ, കെമിക്കൽ റിഡക്ഷൻ, ഗ്രീൻ സിന്തസിസ് പോലത്തെ പ്രോസസ്സുകളാണ് ബോട്ടം അപ്പ് അപ്രോച്ചിൽ വരുന്നത്. അപ്പോൾ 2 അപ്രോച്ചാണ് ഫോർ ദ സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽ. ടോപ്പ് ഡൗണും ബോട്ടം അപ്പുമാണ്. ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് മെത്തേഡാണ് വരുന്നത്. ടോപ്പ് ഡൗൺ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ കുറച്ച് മെത്തേഡ്സും അത് എന്തിൻ്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ആ മെത്തേഡ് എന്ത് സിന്തസൈസ് ചെയ്യാൻ, ഏത് നാനോ മെറ്റീരിയലിൻ്റെ സിന്തസിസിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചു വെച്ചാൽ മതി. അതാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. താങ്ക് യു എവരിവൺ.